നമസ്കാരം. ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഇന്നുള്ളത് വളരെ ഊഷ്മളമായ ഒരു ബന്ധമാണ്. നേരത്തെ ഇന്ത്യ ഭരിച്ചിരുന്ന പല കോൺഗ്രസ് സർക്കാരുകളും ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം അത്ര മികച്ച രീതിയിലായിരുന്നില്ല പുലർത്തിയിരുന്നത് എങ്കിലും നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഏറെ മെച്ചപ്പെട്ടതും ഇപ്പോൾ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ പ്രതിരോധ മേഖല ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങളിൽ മികച്ച സഹകരണമാണ് പരസ്പരം ഉറപ്പാക്കുന്നത്. ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് വരുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത, മറാത്ത സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ഛത്രപതി ശിവാജിയുടെ ഒരു പ്രതിമ അവർ ഇസ്രായേൽ സ്ഥാപിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. മുംബൈയിലെ ഇസ്രായേലി കോൺസുൽ ജനറൽ തന്നെയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരത്തിലായിരിക്കും ശിവാജിയുടെ പ്രതിമ സ്ഥാപിക്കുക എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള, അതായത് ജൂത വംശജരും ഭാരതവും തമ്മിലുണ്ടായിരുന്ന ഒരു കാലത്ത് വളരെ ശക്തമായ ബന്ധമുണ്ടായിരുന്ന കാലഘട്ടത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ബെനെ ഇസ്രായേലുകൾ എന്നറിയപ്പെടുന്ന ഒരു വലിയ വിഭാഗം ജൂതന്മാർ മഹാരാഷ്ട്രയിൽ നേരത്തെ പാർപ്പുറപ്പിച്ചിരുന്നു. എണ്ണയാട്ട് ഉൾപ്പെടെയുള്ള മേഖലകളിലായിരുന്നു ഇവർ പിന്നീട് സജീവമായിരുന്നത് എങ്കിലും ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഇവർ സൈന്യത്തിലും സജീവമായി പ്രവർത്തിച്ചിരുന്നു. ഛത്രപതി ശിവജിയുടെ സൈന്യത്തിലും ഇവരുടെ സേവനം ലഭ്യമായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ നമ്മുടെ രാജ്യത്തിന് നൽകിയ മികച്ച സേവനത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഒരുപാട് ആദരവ് അന്നത്തെ മഹാരാഷ്ട്രയിലെ സമൂഹം അവർക്ക് നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ സർക്കാർ തന്നെ ആ ആദരം നിലനിർത്തുന്നതിനായി ഛത്രപതി ശിവജിയുടെ ഒരു പ്രതിമ ഇസ്രായേൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരിക്കലും നമുക്ക് മറക്കാനാവാത്ത വ്യക്തിത്വങ്ങളിലൊന്നാണ് ശിവാജി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിമ ഇസ്രായേൽ പോലുള്ള ഒരു രാജ്യത്ത് സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും മഹാരാഷ്ട്ര സർക്കാരിൻ്റെ സഹായമാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇസ്രായേൽ തേടിയിരിക്കുന്നത്. കാരണം അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമാക്കുക, പ്രതിമ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്ത്യയിൽ ഉള്ള ശില്പികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായി അദ്ദേഹത്തിൻ്റെ മുഖവും മറ്റും കൃത്യമായ ആകൃതിയിൽ തന്നെ ചെയ്യാൻ കഴിയണം എന്ന് ഇസ്രായേൽ നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ശില്പികളുടെ കൂടി സഹായത്തോടു കൂടിയാണ് അവർ ഇക്കാര്യത്തിൽ നടപടികളെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ അതിയായ ആഹ്ലാദമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. മഹാരാഷ്ട്ര സർക്കാർ ഇക്കാര്യത്തിൽ എല്ലാ സഹായങ്ങളും ഇസ്രായേലിന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് എന്നാണ് കോൺസുൽ ജനറൽ ANI വാർത്താ ഏജൻസിയോട് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ തന്നെ നമ്മുടെ പരസ്പര ബന്ധ സ്നേഹവും ഊഷ്മളമായ അടുപ്പവുമൊക്കെ തന്നെ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നതിനായിട്ടായിരിക്കാം ഈ ഒരു നടപടി സഹായകരമാകുക എന്നാണ് പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇസ്രായേലുമായുള്ള ബന്ധം ഒരുപക്ഷെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി എത്തിയതിന് ശേഷം കൂടുതൽ മെച്ചപ്പെട്ട് വരുന്നതിൻ്റെ കൂടി സൂചനയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു തീരുമാനത്തെ കണക്കാക്കാം. എന്താണെങ്കിലും ഛത്രപതി ശിവജിയുടെ പ്രതിമ ഒരു വിദേശ രാജ്യത്ത് ഉയരുക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടമാണ്. പല വിദേശ രാജ്യങ്ങളിലും നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ധീര പരാക്രമിയായിരുന്ന ഇന്ത്യയുടെ പോരാട്ടത്തിൻ്റെ പ്രതീകമായി മാറിയ മുഗളന്മാരെയൊക്കെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് വളരെ ശക്തമായ തോതിൽ മഹാരാഷ്ട്ര അല്ലെങ്കിൽ മറാത്ത രാഷ്ട്രം കെട്ടിപ്പടുത്ത ആ മഹത്തായ പടയാളിക്ക് ഇസ്രായേൽ നൽകുന്ന ഈ ആദരം ഇന്ത്യക്കാരും ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാത്തിരിക്കുന്നത്.